പോലെ എന്നാ ആളുണ്ട് പെരുക്കെ കയറ് നിക്ക് ഞാനിവിടെ വരട്ടെ കേരള നമുക്ക് അടിക്കാം ഒന്നിച്ചടിക്കാം വെയിറ്റ് ചെയ്യ് ഞങ്ങളുടെ തിയേറ്റർ സിനിമ കാണാൻ പോവാ. ഹൃദയോ അടിപൊളിപ്പെടാ, കാണാൻ വരുന്നോ? അളിയാ ഒരു രക്ഷയില്ല. എനിക്കിന്ന് 2-3 വാറുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ എന്ത് പരിപാടിക്കുള്ളൂ. സോറി അളിയാ, അളിയ ഒറ്റയ്ക്ക് വയ്ക്കും കേട്ടോ. എടാ ഇങ്ങനെ 24 മണിക്കൂർ ഇതിന്റെ പുറഞ്ഞു വന്ന് ജീവിതം നശിപ്പിക്കുമല്ലോ. ഇതിനകത്ത് വേറെ എന്തോ ഇരിക്കുന്നത്. ഈ ഫ്രീ ഫയർ പബ്ജി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, അത് കളിച്ചവർക്കേ അതിന്റെ ഫീൽ കിട്ടത്തുള്ളൂ. ഒരു സിനിമ കണ്ടാൽ പോലും കിട്ടാത്ത ഫീലാണ് ഒരു ഗെയിം കളിച്ചാൽ കിട്ടുന്നത്. അത് നിനക്കറിയാം. നീ ആദ്യം ഇതൊന്ന് കളിച്ചു നോക്കി ജസ്റ്റ്, അപ്പോഴേ നിനക്ക് അറിയത്തുള്ളൂ ഇതിന്റെ ഒരു വികാരം എന്തോന്നുള്ളത്. മനസ്സിലായോ? ഓ പിന്നെ ഇതിനകത്തൊക്കെ എന്തോ വികാരമായിരിക്കുന്നേ. പിന്നെ കളിക്കാൻ പോവാ. ഹലോ, ആ എടാ രാഹുലേ, നീ സിനിമയ്ക്ക് വരുന്നോ? ഓ ഇല്ലടാ, ഇന്ന് എനിക്ക് BGMI ഒരു ടൂർണമെന്റ് ഉണ്ട്. ചേട്ടാ എല്ലാം ഫുൾ ടൈം ഈ BGMI ഫ്രീ ഫയർ നടക്കുന്നത്. ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത്രേ. ചേട്ടാ ഇനി ഞാൻ മാത്രമേ ഒന്നും കളിക്കാത്തേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. മൊബൈലിൽ കളിക്കാൻ രസമില്ല, സിസ്റ്റത്തിൽ നോക്കാം. ഫ്രീ ഫയർ വേണോ BGMI വേണോ? ആ ഫ്രീ ഫയർ ഒന്ന് നോക്കാം. രണ്ടും പൊളിയാന്നാ പറയാം, നോക്കാം എന്തായാലും. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ. ഫ്രീ ഫയർ ഇൻ കേരള വേർഷനോ? ഏറും ഇയറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഡൗൺലോഡ്സ് ആകെ 5 പേരോ? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിപ്പോ ഇനി എങ്ങനെയാണോ കളിക്കുന്നേ? ഇതൊക്കെ എന്തുവാ അനൗൺസ്മെന്റ് കേൾക്കുന്നേ? ഒന്ന് കേട്ടു നോക്കാം. ശ്രദ്ധിക്കുക, ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേരള സ്റ്റൈൽ ഫ്രീ ഫയർ ആണ്. ഇത് തികച്ചും റിയൽ ലൈഫ് ഗെയിം പോലെ തന്നെയാണ്. ഈ കളി വിൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുള്ളൂ. അപ്പൊ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് ഗെയിം കളിച്ചു തുടങ്ങിക്കോളൂ. കളി വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും. ഇത് സാധാ ഫ്രീ ഫയറിന്റെ കൂട്ടല്ലോ, കസ്റ്റമായിട്ട് കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെയാണോ ആവോ? അപ്പൊ ആദ്യമേ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യണോ ഇല്ലയോ? ആ ക്യാരക്ടേഴ്സ്. പുഷ്പയോ? മലയാളം ആയോണ്ടായിരിക്കും. കൊള്ളാലോ ഇത്. റോക്കി ബായിയോ? നാഗവല്ലിയോ? ഷിബുവോ? ഷാജി പാപ്പൻ? ഷമ്മി ഉണ്ടോ? എനിക്കെന്നാ ഷമ്മി മതി. ഇത് ഷമ്മി ഡ്രസ് ഇല്ലയോ? അവിടെ എന്തോ ഒരു ചർച്ച. ഞാനൊന്ന് കേക്കട്ടെ, പറ. ഞാനെന്തോ ഷമ്മി ആയിക്കൊണ്ടിരിക്കണോ? പുള്ളിയുടെ കൂടെ സംസാരിക്കുന്നത്. എന്നാലും പറ, എന്തോ സംസാരിച്ച പറ മക്കളെ. താണ്ട് ഈ ഫ്രീ ഫയർ വെച്ചിട്ട് ഏതെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ നാട്ടുകാരെ എന്നോട് ചോദിക്കത്തുള്ളൂ കേട്ടോ. അയ്യോ അതെ, ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു. കളിച്ചു തുടങ്ങിയാലോ? കളിക്കാം. എങ്ങോട്ടാ? തീട്ടപ്പറമ്പിലോട്ടാണോ പോകുന്നത്? അണ്ട നിങ്ങളുടെ പറമ്പിനെ പറ്റി ഞാൻ അന്വേഷിച്ചു കേട്ടോ. മോശം വളരെ മോശം അഭിപ്രായം നിങ്ങളുടെ പറമ്പിനെ പറ്റി. നിങ്ങൾ അവിടെ കാലത്ത് വളരെ നാണക്കേടായിരിക്കും. അങ്ങോട്ട് വേണ്ട, നമുക്ക് കുമ്പളങ്ങിലോട്ട് പോവാം. കൊള്ളാലോ കേരള വേർഷൻ. എങ്ങനെയാണോ കളിക്കുന്നത്? അതാരാ നിൽക്കുന്നേ? ഗ്യാങ്ങുമായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ ഏതാടാ? ഞാനാരാന്നേ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാൻ കേട്ടോ. അതിന് നീ ഏതെങ്കിലും അംഗനവാടിയിലെ സാറോ കഞ്ഞിവെപ്പുകാരനോ വല്ലതും ആണോ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാൻ? മോനെ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. നമുക്ക് വേണ്ടിയാണ് ഒരു ടീമായിട്ട് കളിച്ച് ജയിക്കാം. എങ്ങനെ? എന്റെ ഉഷയുടെ അതേ മുഖച്ചായ. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ബോക്സ് വീട്ടിൽ ഇരിക്കുക. എല്ലാരും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഇന്നൊക്കെ ഫ്രീ ഫയർ ഡേ. ഇന്ന് കട്ടാന എടുത്ത് ഉണ്ണയും ഉസയും എടുക്കുന്ന കണ്ടം തുണ്ടമായി എടുത്ത് രക്തത്തെ കുടിച്ച് എന്റെ ഉസയെ പറ്റി എന്തേലും അനാവശ്യം പറഞ്ഞാൽ നിന്നെ ഏറിക്കേറ്റ് യോമ്പെടുത്ത് ഫുൾ റെഡ് അടിച്ച് അടിച്ച് അച്ചാറാക്കി കളയും. അയ്യോ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഉഷയെ പറ്റി ഒന്നും പറയത്തില്ല. എന്നെ താഴെ ഗ്യാങ്ങുമായി കളിക്കാൻ വരുന്നവന്മാർ ഗ്യാങ്സ്റ്റർ.
ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഗ്യാങ്ങുമായിട്ട് വരുന്നവരെ സ്ക്വാഡ് എന്നാ പറയുന്നത്, ഒറ്റയ്ക്ക് വരുന്നവരാണ് സോളോ എന്ന് പറയുന്നത്. അയ്യോ തോക്ക് അണ്ണാ, അണ്ണനും ഒറ്റയ്ക്കാവുന്ന ഞാനും ഒറ്റയ്ക്കാ വന്നത്. നമ്മൾ രണ്ടുപേരും മോൺസ്റ്റർ ആണ്. മോൺസ്റ്റർ തമ്മിൽ ഇവിടെയൊക്കെ പാടില്ല അണ്ണാ, പാടില്ല. ബേബി മോളെ ഇത് കണ്ടോ? മോൺസ്റ്ററാ പോലും മോൺസ്റ്റർ. അയ്യോ മോശം മോശം മോശം, വളരെ മോശം അഭിപ്രായം കേട്ടോ ബേബി മോളെ. ഞാൻ മോശമല്ല, ഷാജി പാപ്പനാടാ. അറബൻ ആരെയും പാപ്പനല്ലടാ, ഷാജി പാപ്പൻ. ഈ ലോകത്ത് നിന്ന് നിങ്ങൾ ലോകത്തേക്ക് തിരിച്ചു പോകാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അതാരാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ചില പൊട്ടന്മാരെ പരസ്പരം സംസാരിച്ചിരിക്കാതെ തമ്മിക്കൊന്ന് ജയിക്കാൻ നോക്ക്. അയ്യോ അപ്പൊ അങ്ങനെ ഇല്ലയോ അണ്ണാ? ഡോണ്ട് മൈന